ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നലെ മോഹൻലാൽ സംസാരിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മോഹൻലാൽ ഈ ഒരു കാര്യങ്ങൾ ഈ മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞപ്പോൾ മോഹൻലാലിനെതിരെ കടുത്ത ആക്ഷേപങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മുൻനിര മാധ്യമക്കാരെല്ലാം കൂടെ പറയുന്നത് മോഹൻലാൽ ഒളിച്ചോടി, മോഹൻലാൽ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നു, അല്ലെ മോഹൻലാൽ പറഞ്ഞത് ശരിയായില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മോഹൻലാൽ വളരെ വിശദമായിട്ട് പറഞ്ഞില്ല എന്ന് തുടങ്ങി മോഹൻലാലിനെ കരിവാരി തേക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത്. എന്നാൽ മോഹൻലാൽ എന്ന് പറയുന്ന അമ്മയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് മോഹൻലാൽ കാര്യമായിട്ട് വന്ന് ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും അദ്ദേഹം വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അതിനെതിരെയും കാര്യങ്ങൾ പറയുകയാണ്. ഇതെല്ലാം ഒരു ഫോക്കസ് വരുന്നത് ഈ അമ്മ സംഘടനയിൽ മാത്രമാണ്. പക്ഷെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രഞ്ജിത്ത് അമ്മ സംഘടനയിലുള്ളതാണോ, അതോടൊപ്പം തന്നെ ഡയറക്ടർമാർക്ക് വേറെ സംഘടനകളുണ്ട്. അങ്ങനെ പല രീതിയിലും പല സംഘടനകളിൽ നടന്ന കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരാളിൽ മാത്രമാണ്, അതായത് അമ്മ സംഘടനയിലേക്ക് മാത്രമാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരുന്നത് ഈ മോഹൻലാലിലേക്കാണ്. അതുകൊണ്ട് അമ്മ ഈ സംഘടനയിൽ നിന്ന് മോഹൻലാൽ രാജിവെച്ച കാര്യത്തെ തുടർന്ന് തന്നെ പല ചോദ്യങ്ങളാണ് മോഹൻലാലിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ പറയുന്നത് ഇതാണ്: 1978 അദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങിയതെന്ന് പറയുന്നു. 47 വർഷമായിട്ട് ഇപ്പോൾ ഈ ഒരു സംഘടനയിൽ അദ്ദേഹം ഉൾപ്പെടുന്ന ഈ ഒരു ഇൻഡസ്ട്രിയുടെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹത്തിന് ഈ അവസരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. വളരെ വികാരാതീതനായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത് തന്നെ. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പ്രസ്ഥാനമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കോട്ടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അത് തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ. കാരണം ഇത്രയും നാളത്തെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈ അമ്മ എന്ന് പറയുന്നത്. ഇതൊരു ട്രേഡ് യൂണിയൻ പോലെയുള്ള ഒരു പ്രസ്ഥാനമല്ല. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 10-500 ആൾക്കാർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയെ നിങ്ങൾ തകർക്കരുത്. പാൻ ഇന്ത്യയിൽ വരെ ഇത്രമാത്രം ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. ഇതിനെ നിങ്ങൾ തകർക്കരുത്. ഇതിൽ 10-10,000 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു പോകുമെന്ന രീതിയിൽ മോഹൻലാലോട് പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഈ സിനിമയിലെ നടന്മാരിലേക്കും നടിമാരിലേക്കും ഈ അമ്മ സംഘടനയിലേക്കുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും, ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വരെ, ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിരുന്നു, ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വരെ ഈ ഒരു ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഈ സിനിമ ഇൻഡസ്ട്രി തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തകരുമ്പോൾ ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന പാവപ്പെട്ട, അതിൻ്റെ അകത്ത് ചെറിയ പണി ചെയ്യുന്നവർക്ക് വരെ ഇതുകൊണ്ട് ദോഷമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിനെ തകർക്കാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങുന്ന ചിലരുണ്ട്. അവരുടെ ഈ ഒരു ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. മീഡിയ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ന്യൂസുകളൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ന്യൂസുകൾ പടച്ചു വിടുകയാണ്. ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മോഹൻലാൽ പറയുന്ന പല കാര്യങ്ങൾ. അപ്പം നമുക്കതൊന്ന് കേട്ടു നോക്കാം. 1978 ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ 47 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നത്. അതിലധികം വളരെയധികം വിഷമമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറോസ്, അതൊരു 3D ഫിലിമാണ്. അതിൻ്റെ ഫൈനൽ വീക്സ് നടക്കുന്ന സമയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, അതൊരു മനസ്സിലായല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആൾക്കാർ മോഹൻലാലിനെ വിളിച്ചിരുന്നു. അവിടെ പോയി 2 വട്ടം പുള്ളിക്കാരൻ സംസാരിച്ചതാണ്. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തതാണ്. ഇനിയിപ്പം മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വലിയ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നും വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
അവർ ഒളിച്ചോടി, അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അവർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരൻ്റെ പടവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരന് പോകണം. ഇതൊക്കെ ഇവർ കൊടുക്കുമോ ഇതിൻ്റെ വേണ്ടിയ കാര്യങ്ങൾ? ഈ മീഡിയക്കാർ ഇങ്ങനെ കടന്ന് അങ്ങ് വാചാലരായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരുന്നാൽ മതിയോ? അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് അത് അവിടെ ഉണ്ട്. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോഴേ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. അതല്ലാതെ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് മീഡിയക്കാർ ഇങ്ങനെ തട്ടിവിടുമ്പോൾ അവരുടെ ജീവിതങ്ങളോട് നിങ്ങൾ നോക്കണം. ഇത് ചുമ്മാ അങ്ങ് പറയുകയാണ്, മോഹൻലാൽ അങ്ങനെയാണ്, മോഹൻലാൽ ഇങ്ങനെയാണ്, അമ്മയുടെ ഇങ്ങനെ സവാരിഗിരി പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെയൊക്കെ തട്ടി താഴ്ത്തിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. ആ ഇൻഡസ്ട്രീനെ നശിപ്പിക്കണമെന്ന് ഇവർക്കങ്ങ് അങ്ങ് ഗൂഢാലോചനയാണ്. അങ്ങനെയാണ് ഈ മീഡിയക്കാരുടെ ആ ഒരു ഇൻഡസ്ട്രി നോക്കണം. നിങ്ങളുടെ അവിടെ ഇതുപോലത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. മോഹൻലാൽ പറഞ്ഞതിൻ്റെ അകത്തും തെറ്റുകളുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷെങ്കിൽ ഒരു സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്തിറങ്ങിയവരുടെ ഒരു ലക്ഷണമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ നമുക്ക് കേട്ടു നോക്കാം മോഹൻലാൽ പറയുന്ന കാര്യം. അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, അതൊരു എന്താ പറയാ, ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ അല്ല. ഒരു ഫാമിലി, ഒരു കുടുംബം പോലെയാണ്. 500 പേരുള്ള ഒരു ഫാമിലി. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി, ഞങ്ങൾ എല്ലാവരും മാറി? ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ. പുള്ളിക്കാരൻ എന്തുകൊണ്ട് മാറി എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മോഹൻലാൽ വന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ചില വർത്തമാനമുണ്ട്. അത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം കണ്ടോ. ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് മദ്രാസിൽ നിന്നാണ്. അതൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. ആ സൗകര്യം വളരെയധികം കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല, ഇനിയുള്ളത് കേട്ടോ. ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഇനി വരാൻ പോകുന്നുണ്ട്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത്. ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കണ്ടോ, കാരണം ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്ന കാര്യമുണ്ട്, മറ്റു ഭാഷകളിലുള്ളവർ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഹേമ കമ്മിറ്റി തുടങ്ങൂ എന്ന രീതിയിലാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ടു. ഇത് എല്ലാ മേഖലയിലും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത്? വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നത്, ഒരു ഉരുൾപൊട്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. പ്രളയം, അതൊക്കെ അതിജീവിച്ചു. നിരവധിയായ പ്രളയം, ഒരുപാട് പേര് അതിലൊഴിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല, കഴിഞ്ഞ 47 വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണ്. സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇപ്പൊ കാനിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഇത് വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ. നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമം. കണ്ടോ, ഈ ഒരു ഇൻഡസ്ട്രീനെ തകർക്കുന്ന രീതിയിലാണ്. കാരണം ഇത് ഇന്റർനാഷണൽ ന്യൂസ് വരെ ആയിട്ടുണ്ട്. അതുമൂലം സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ അങ്ങ് തകർന്നു പോകുന്നതിന് തുല്യമാണ്. ഓക്കെ, അത് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പടച്ചു വിടുകയാണ് ഈ മീഡിയക്കാര്. തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസ് ഉണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അല്ലേ? അതിനെ കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? ഈ WCC അമ്മ എന്നൊക്കെ ഉള്ള ഒരു വിഷയം വിടും, മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ. അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ? ഇത് എവിടെയാണ്? സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമുക്ക് കേൾക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് മുഖമറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാം. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ? എന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇപ്പൊ കൺസേൺ 21 യൂണിയനുകളുണ്ട്. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെല്ലാം അറിയിക്കട്ടെ. ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ?
അത്രയും പറഞ്ഞത് ഓക്കെയാണ്. പവർ ടീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോഹൻലാൽ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മുമ്പത്തെ ഈ തിലകൻ ഉൾപ്പെടെയുള്ള നടന്മാർ വന്നിട്ട് ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് അതൊക്കെ അതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ഓരോരുത്തരും അവർക്ക് നേരെ ഉണ്ടായ ഈ ഒരു അതിക്രമങ്ങൾ, അവർക്കെതിരെ ഉണ്ടായ ഈ പീഡനങ്ങളൊക്കെ അവർ തുറന്നു പറയുമ്പോഴും അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, ഇവരിതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അന്വേഷണത്തിലൂടെ അത് തെളിയേണ്ടതായിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും കുറ്റക്കാരാവുന്നില്ല. അത് കേസെടുത്ത് അത് അവർ കുറ്റക്കാരാണെന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ അവർ കുറ്റക്കാരാണെന്ന് പറയത്തുള്ളൂ. അതിന് കോടതിയുണ്ട്, കോടതി മുഖേന അതിൻ്റെ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നു പറഞ്ഞ ഒരു ഇൻഡസ്ട്രീനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേറൊരു രീതിയിൽ വളച്ചുകൊണ്ടുപോയി ഈ മീഡിയക്കാരാണ് ഈ ഒരു ഇൻഡസ്ട്രിയെ ഇപ്പം തകർക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മീഡിയയൊക്കെ ശരിയാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും ഒരു കാര്യം പോലും ഇതിൻ്റെ അകത്ത് ലോജിക്ക് നോക്കാതെ ഇവർക്ക് TRPക്ക് വേണ്ടി ഇവർ ഓരോന്ന് വായി തോന്നുന്ന പടച്ചു വിടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ മീഡിയ നർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു ധർമ്മം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇവർ ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ ഓരോരോ ന്യൂസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വയനാട് വരുമ്പോൾ വയനാടിൻ്റെ രീതിയിൽ അവരങ്ങ് തട്ടിക്കയറും. ഇവർക്ക് ഇവിടെ മാധ്യമധർമ്മം എന്ന് പറയുന്നുണ്ടത്. ഇവർ പോയി മൈക്കും കൊണ്ട് പോയിട്ട് ഓരോ മരിച്ചു കിടക്കുന്ന അവരുടെ അമ്മമാരോടും അവരുടെ സഹോദരങ്ങളോടും പോയി ചോദിക്കുന്നത് നമ്മൾ കണ്ടല്ലേ. അർജുൻ അവിടെ കാണാതായപ്പോൾ അർജുൻ്റെ വീട്ടിൽ പോയി മകനോട് പോയി ചോദിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇവർക്ക് എവിടെയാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്? ഇവർക്കൊന്നുമില്ല. ഇവർക്ക് TRP, ഇവരുടെ റേറ്റിംഗ് മാത്രം ഇവർക്ക് മതി. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഇവർ ഈ ഒരു സംഘടനയാണ് ഇവരെ നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.